ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണോ? ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഞങ്ങളിന്ന് കോയമ്പത്തൂർ പോവാണ് കേട്ടോ. അപ്പോൾ 10:20 ഞങ്ങൾക്ക് ട്രെയിന്. മുടിയൊന്നും കുളിച്ചിട്ട് ഉണങ്ങാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് 10 മിനിറ്റേ ഉള്ളൂ. 9:45 ഉള്ളൂ ഇപ്പോൾ സമയം. അപ്പോൾ ഞങ്ങൾ നേരത്തെ അവിടെ എത്തും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴി അറിയാം. വെൽക്കം ടു നിത്യ ദി അൺഫിൽറ്റഡ്. വേഗം വാ. എവിടെ പോയതാ? നടന്നിട്ട് വന്നതാണോ? പോന്നാ. ഓക്കെ. ഇത് ഞങ്ങളെ ബാഗ്. 2 ദിവസത്തേക്ക് എന്തിനാണ് ഇത്ര വലിയ ബാഗ് എന്ന് അറിയില്ല. അതിൽ നിറച്ച സാധനങ്ങളുണ്ട്. ഇത് പിടിക്കുവാവേ. പിന്നെ ഇതാ, ഇത് ഞങ്ങളെ സ്കേറ്റിംഗ് ബാഗ്. അത് വെയിറ്റ് ഉണ്ട് കുറച്ച്. നമ്മളതിനകത്ത് കുറച്ചും കൂടെ സാധനങ്ങൾ കുത്തിക്കയറ്റി. തിരിഞ്ഞെന്നേ നോട്ടെ. ഇത് രണ്ടും എങ്ങനെയെങ്കിലും ഒന്ന് ഹാൻഡിൽ ചെയ്യണം. എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. തില്ലു ബായ് പറഞ്ഞേ. ബായ് അല്ല, ഹായ് പറ. ഹായ്. ഞങ്ങളിവിടെ ഫോർത്ത് പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെയുള്ള പാർക്കിങ്ങിലാട്ടോ വണ്ടി വെച്ചത്. അങ്ങോട്ട് പോകുമ്പോൾ ഫസ്റ്റിലാണ്, പക്ഷേ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ മിക്കവാറും 4th തന്നെയാവും ട്രെയിൻ വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന എനർജി തിരിച്ച് വരുമ്പോൾ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ട്രെയിൻ ഒരു 1/2 hour ഡിലേ എന്നാണ് നോക്കിയപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ റെയിൽവേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഓൺ ടൈമിൽ തന്നെ എത്തും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് പോട്ടെ. ഇല്ലു, ആർ യു എക്സൈറ്റഡ് ടു സീ പാപ്പു? ഹൗ മച്ച്? ഇൻഫിനിറ്റിയാ? ഞങ്ങൾക്ക് ഫുഡ് ഹസ്ബൻഡ് മേടിച്ചു തന്നു. ഇനി കുറച്ച് വെള്ളമൊക്കെ വാങ്ങണം ഇവിടുത്തെ. അതെല്ലാം കൂടെ വാങ്ങിയിട്ട് പോയി കയറുന്ന സെറ്റായിട്ട് കാണാം. ഞങ്ങൾ ലോവർ ബർത്ത് കൊടുത്തിട്ട് ബുക്ക് ചെയ്യുമ്പോൾ കൊടുത്തിട്ട് അപ്പർ ബർത്താണ് കിട്ടുന്നത്. ഇതിൻ്റെ മേലെ അള്ളി കുസിറ്റി കയറി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ട്രെയിന് ഞാൻ പറഞ്ഞ പോലെ 1/2 മണിക്കൂർ ലേറ്റ് ആയിട്ടായിരുന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല കഴിച്ചു വെച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വാങ്ങിയ സാധനം ഞങ്ങൾക്ക് കഴിക്കുന്നില്ല. ഒരു 3:15 ആകുമ്പം കൊട്ടന്നൂർ എത്തുന്നുണ്ടായിരിക്കും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ ബാലിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഇത് കഴിച്ചാൽ ഉച്ചത്തേക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും വാങ്ങി വരും. സത്യം പറഞ്ഞാൽ ട്രെയിനത്തെ ഭക്ഷണം എടുക്കണ്ടെന്നുള്ളതുകൊണ്ടായിരുന്നു അത് വാങ്ങിയത്. പക്ഷെ എനിക്ക് വേറെ വഴി കിട്ടോ. പിന്നെ സ്വിഗ്ഗി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ ട്രെയിനിൽ സ്വിഗ്ഗിയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കി നോക്കാം. വെള്ളപ്പവും ഗ്രീൻ പീസും വാങ്ങിയത് കേട്ടോ. ഞാൻ വിചാരിച്ച് വെള്ളപ്പം മറ്റേ ബട്ടർ പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് ആണ് ഉണ്ടാവാന്നാണ്. ഇതിനിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ഇതിപ്പോൾ എങ്ങനെ കഴിക്കുന്ന ഒരു ഐഡിയ ഇല്ല. ബട്ടർ പേപ്പർ അല്ല, സാധാരണ പേപ്പറിലാണ് കഴിച്ചത്. കഴിക്കാൻ നല്ലൊരു സെറ്റപ്പും കാണാൻ പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ആ ഒരു വെള്ളപ്പവും ഗ്രീൻ പീസ് കറിയും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിവിടെ പയ്യാനക്കിലൊരു ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ്. ഹോട്ടലിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ സ്ലീപ്പർ ബുക്ക് ചെയ്ത് പോയത് തന്നെ മോനെ ആയിട്ട് പോകുന്നതുകൊണ്ട് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങൾക്ക് അപ്പർ ബർത്ത് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഏറ്റവും മേലെ ഇങ്ങനെ ഇടുങ്ങി കൂടി ഇരിക്കണ്ടെന്നുള്ളത്. പിന്നെ ട്രെയിനിൽ കയറിയപ്പോൾ ആ വിഷമം അങ്ങോട്ട് മാറി. കാരണം പകല് സ്ലീപ്പറിൽ നല്ലോണം കിടന്നുറങ്ങി പോവാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണേ വേണ്ട. കാരണം ആൾക്കാരിങ്ങനെ കയറി ഇറങ്ങി കളിക്കുന്നുണ്ടായിരിക്കല്ലോ. നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സീറ്റ് മാറിക്കൊടുക്കാനും ആക്കാനും എല്ലാം ഓക്കെയാണ്. പക്ഷെ മോനെ ആയിട്ട് പോകുന്ന സമയത്ത് എപ്പോഴും അവനെ കംഫർട്ടാക്കി പോവുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. കാരണം അവന് സ്പോർട്സൊക്കെ ചെയ്യാനുള്ളതല്ലേ. അപ്പം അവർക്ക് അത്ര സമയം റിലാക്സ്ഡ് ആയിട്ടിരുന്നാൽ മാത്രമാണ് നന്നായിട്ട് എവിടെയും പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1/2 hour ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ ട്രെയിന് വന്നത്. മാത്രമല്ല അവിടെ എവിടെയൊക്കെ പിടിച്ചിടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലാഗ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 5 മണിക്കൂർ ദൂരം എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പൊതനൂർ എത്തിയത്. പിന്നെ പോകുന്ന വഴിക്ക് എന്തായാലും ബോറിംഗ് ആയിരിക്കും എന്നുള്ളത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടാണ് എപ്പോഴും ഇറങ്ങാം. പിന്നെ മോനാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവമല്ല. ഇനി അഥവാ എൻ്റെ കണ്ണെങ്ങാനും മാളി പോയിട്ടുണ്ടെങ്കിൽ അവൻ എന്നെയും കൂടെ വിളിച്ച് ഉണർത്തുന്നുണ്ടായിരിക്കും. അവൻ വെറുതെ എൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്നപ്പോഴേ ഞാൻ മുടി ചുമ്മാ ഇങ്ങനെ
മാടി വെക്കുന്ന സമയത്ത് നടു കൂടെ നമ്മളിങ്ങനെ 2 സൈഡും എടുക്കല്ലോ. അങ്ങനെ എടുത്തപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലം തന്നെ ഓർമ്മ വരിക. ഈ വീഡിയോ ഇപ്പോൾ എൻ്റെ ചേച്ചിയോ അല്ലെങ്കിൽ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു ആതിര, അവളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം എൻ്റെ അതേ ഫോട്ടോ കോപ്പി പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ കാണാൻ നമ്മളെപ്പോലെ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു പ്രത്യേക മനസ്സുഖല്ലേ. നമ്മളെ കുട്ടികൾ പിന്നെ നമ്മളെ പോലെയല്ലേ ഉണ്ടാവുക. ഞാൻ എന്തൊക്കെയാ പറയുന്നത്. ഭക്ഷണം നേരത്തെ കഴിച്ചോണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്രെയിനിൽ നിന്ന് അങ്ങനെ എങ്ങനെയൊന്നും വാങ്ങി കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം കുറച്ച് മാങ്ങയും പൈനാപ്പിളൊക്കെ വാങ്ങി കഴിച്ചു നോക്കിട്ടോ. പക്ഷെ വിശപ്പടങ്ങാത്ത കാരണം നിർബന്ധിതയായിട്ട് ഒരു ബിരിയാണി വാങ്ങേണ്ടി വന്നേ. ആ ബിരിയാണിനെ ബി എന്ന് പോലും വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. എന്തിനാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് പറ്റിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പ്രത്യേകിച്ച് റെയിൽ യാത്രയിൽ. പിന്നെ റെയിൽ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള അനുഭവം എനിക്ക് ഒരുപാടുണ്ട്. ഇപ്പം അതൊന്നും പറഞ്ഞ് തൽക്കാലം നല്ലൊരു ഹാപ്പി മൂഡ് കളയാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ പാലക്കാട് വിട്ടിട്ടുണ്ടെങ്കിൽ പൊതനൂർ എത്തുന്നത് വരെ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ പോവുക. കുറേ സമയം മേലെ ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ താഴെ വന്നിരുന്ന സമയത്ത് ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇത് കാടിനുള്ളിൽ കൂടിയാണ് പോകുന്നത് എന്നുള്ളത്. എന്തായാലും 2 സ്ഥലവും കാണാൻ, 2 ഭാഗവും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകം ഒരു കാടിനോട് ഭയങ്കര അധികം താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാടും മരവും ഇതെല്ലാം കാണുമ്പോൾ പിന്നെയും കൗതുകമാണ്. ഇനി ഒരിക്കൽ കൂടെ വരികയാണെങ്കിൽ എന്നല്ല, ഇനി ഒരുപാട് തവണ വരാനുണ്ട്. അപ്പോൾ താഴെ ഇങ്ങനെ വിൻഡോ സീറ്റിലിരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോകണം എന്നാണ് ആഗ്രഹം. തൽക്കാലം ഞങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഏകദേശം ഒരു 5 മണിക്കൂറിന് ശേഷം പൊതനൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു അരമണിക്കൂറും കൂടെ യാത്രയുണ്ട്. ഞങ്ങൾ പൊതനൂർ എത്തിയിട്ടോ. എൻ്റെ അമ്മ ഇരുന്നിരുന്ന് മടുത്തുപോയി. അവിടുന്ന് 11 മണിക്ക് കയറിയിട്ട് ഇവിടെ കറക്റ്റ് 4 മണിക്കാണ് എത്തുന്നത്. പിന്നെ എൻ്റെ ഇവിടുന്ന് ഭവാനീൻ്റെ അവിടേക്ക് ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. കോള് വരുന്നൊരു മിനിറ്റ്. ഞങ്ങൾ റെഡ് ടാക്സി ബുക്ക് ചെയ്തതാ, വണ്ടി വന്നിട്ടുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ടയേർഡായോ? ഈ റെഡ് ടാക്സി ഉണ്ടായിരുന്നത് വലിയൊരു ഉപകാരമായിരുന്നു കേട്ടോ. കാരണം പൊതനൂർ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ടയേർഡായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബസ്സൊക്കെ പിടിച്ച് പോവാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് ഭയങ്കര ഒരു ആശ്വാസമാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ വെച്ചിട്ട് കോയമ്പത്തൂർ നല്ല വെയിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ. രാവിലെ നല്ല തണുപ്പാണ്, ഈവനിങ്ങും നല്ല തണുപ്പാണ്. ഇനിയിപ്പോൾ പകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊട്ടിയിലൊക്കെ പോയാലുള്ളൊരു തണുത്ത കാറ്റില്ലേ, ആ കാറ്റ് എപ്പോഴും വീശുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് വെയിൽ കൊണ്ടിട്ടുള്ള ക്ഷീണമില്ല, പക്ഷെ യാത്ര ചെയ്ത ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു. പാപ്പ എന്താ എക്സ്പ്രഷൻ നോക്കാം. ഓ ആണ്, ഇതാണോ? വീട്. ഓ ആന്റി നല്ല കോലം വരച്ചിട്ടുണ്ടല്ലോ. ആന്റി எத்தனை நாளா வரேன் ஒவ்வொரு நாள் நீ வரும்போது நாங்க ஊருக்கு போயிடுறோம். എന്താ റിയാക്ഷൻ നോക്കട്ടെ. ஆகஸ்ட்ல போனேன். ஆகஸ்ட், செப்டம்பர், அக்டோபர், நவம்பர் 14ஆம் தேதி கிளம்பினேன். டெல்லி வந்து டெல்லியில 2 வாரம் இருந்துட்டு
அப்புறம் இங்க என்னோட தம்பிக்கு பொண்ணு கல்யாணத்துக்கு போயிட்டு அப்படியே தம்பி அப்படியே ஊர் போயிட்டாங்க. இதான் பாரு, இது இந்த பக்கத்துல தான் இருக்கு, லோட்டஸ் டெம்பிள். ഇവിടെയാ? இங்கே பக்கத்துல இந்த ஏரியாவும் பக்கத்துல ரொம்ப நல்லா இருக்கு. நிறைய டைமிங் பார்ப்போம், எல்லாமே டைமிங் தான். കോഴിക്കോട് സ്പെഷ്യൽ ചിപ്സ്. அது എനക്കാ? അത് அவனை கேட்டீங்க நீ? ഇല്ലു, അത് വെച്ചിട്ട് വാ. அந்த பாரு. Wait. അപ്പാക്കില്ല, അമ്മാക്ക്. ഇല്ലു, അമ്മോന്റെ ബാഗ് എടുത്തിട്ട് വാ. அதுல ரூபா இருந்தா கூட எடுத்து கொடுத்து போவாடி, மறந்து அந்த பர்ஸ்ல இருந்த கட்டிக்கு மட்டும் வாங்கிக்கோ. ജോലിയാ இருக்கா? അന്നാ കണ്ണു പൂട്ടെ, ഒരു ഗിഫ്റ്റ് ഉണ്ട്. കണ്ണു പൂട്ടെ. Close your eyes. Close your eyes. Yay. Close your eyes. ഇവിടെ മയില് വരും ആന്റി. പാപ്പു എങ്ക മയിൽ എങ്ക? പാപ്പു അയ്യോടാ, ഞാൻ ആട്ടുകുട്ടി ഇല്ലു, ആട്ടുകുട്ടിടാ. അതാ 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 അങ്ക. അപ്പൊ കാലം വേണം. പാപ്പു ഗേൾ. ദില്ലി ചോദിട്ടെ ഹാപ്പി ആയോ? പാപ്പുനെ ഹാപ്പി ആയോ? ഹാപ്പി ആണോ? എത്ര? എവളോ? ഇവളുവാ? ജോളിയാ? ജോലി. എടാ പാവം, ഇത് മേലെ കയറി വന്നു. എടാ നീ നേരത്തെ താഴെയല്ലായിരുന്നോ? ആ, നെയ്മറിനെ പോലെ ഉണ്ട് കാണാൻ. ആന്റി ഇത് നോക്ക്. அந்த கொடுக்குதா பாத்தியா? அது அங்க நினைச்சுனா பாவம். அது காட்டவா? அது பாவம்டா, அது கீழே போய் விளையாடுறது கூட. ഞങ്ങളിവിടെ ഭവാനീൻ്റെ വീടിൻ്റെ മേലെ, ടെറസിൻ്റെ മേലെയാണ്. എല്ലാവരും നല്ല ജോളിയായിട്ട് ഇരിക്കുകയാണ്. തില്ലു ഭയങ്കര ഹാപ്പിയാണ് പാപ്പുവിനെ കണ്ടപ്പോൾ.
കുറേ ആയിട്ടോ. എത്ര ഒരു 2 ഇയേഴ്സിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് അവരിങ്ങോട്ട് മാറിയിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അവർ നല്ല വീട് വെച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ട്രെയിനിങ്ങിന് പോകാൻ പറ്റിയില്ല. കാരണം ട്രെയിൻ ഓൾറെഡി ലേറ്റ് ആയിട്ടാണല്ലോ നമ്മൾ അവിടുന്ന് കോഴിക്കോട് നിന്ന് ഡിപ്പാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരു 4:45 ഇവിടെ വീട്ടിലെത്തിയപ്പോൾ. 5 മണിക്കാണ് ട്രെയിനിങ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 40 മിനിറ്റ്സ് പിന്നെയും പോകാനുണ്ട്. പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ, 5:30 5:45 ആകുമ്പോഴേ എത്തുള്ളൂ. 5 മണി ടു 6:30 ആയിരുന്നു ട്രെയിനിങ്. അപ്പോൾ ഇന്നത്തെ ക്യാൻസലാക്കിയിട്ട് നാളെ എടുക്കാമെന്ന് വിചാരിച്ചു. നാളെ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ എടുക്കും. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തില്ലുവും പാപ്പും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ ടെറസിൻ്റെ മേലെ വന്നിരിക്കാനായിട്ട് നല്ല രസമുണ്ട്. ബാക്ക് സൈഡിലൊക്കെ കുറച്ച് ഈ കൃഷികളും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ബേഡ്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അവിടെ മയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇതിൻ്റെ മേലെ ഇരുന്നിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞു, കുട്ടികളെ കൂടെ കളിച്ചു, അടിപൊളിയായി. അപ്പോൾ ഇനിയിപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ടായിരിക്കില്ല. ഇനിയിപ്പോൾ താഴെ പോയിട്ട് കുളിച്ച് മാറ്റിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മെല്ലെ കിടന്നുറങ്ങാൻ വേണ്ടി നോക്കട്ടെ. അടിപൊളി കട്ടൻ ചായ ഉണ്ടാക്കി, നല്ല തലവേദന. അപ്പോൾ ഇത് കുടിച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ പുറത്തേക്ക് പോകാൻ പോവാം കേട്ടോ. സ്റ്റേറ്റാ തില്ലു മുന്നിൽ നിന്നിട്ട് വഴി കാണിക്കുന്നുണ്ട്. പാപ്പുവിനെ വിളിച്ചിട്ട് പാപ്പു വാ. പാപ്പു നമ്മൾ എവിടെയാ പോകുന്നേ? വാ, പാർക്കാ. ഞങ്ങൾ കുട്ടികളായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ പോവാം. പാർക്കിൽ പോവാ. നമ്മൾ പോകുമ്പോ തന്നെ അത് പോവായിരിക്കും കണ്ണാ, പീക്കോക്ക് അല്ലേ? നീ എല്ലാ കാലത്തും മൂത്രം ഒഴിച്ച് വെച്ചിട്ട് പോവാണോടാ? കിടന്നിട്ട് ഓ അതൊന്ന് പീരിയുടെ എത്തിയിരുന്നെങ്കിൽ അതിറങ്ങി. ആ നമ്മൾ വന്നപ്പോ അത് ഇറങ്ങി. നല്ല ഇണ്ടല്ലേ ഇവിടെ സ്ഥലം. പെറ്റാണെന്ന് പറഞ്ഞിട്ട് പേടിച്ചോയോ? ശേ ഇവരിതൊരു പണി. എല്ലാ സ്ഥലത്തും മൂത്രം നോക്കിക്കേ. ഇപ്പൊ അവിടെ മൂത്രം അതാ കാല് മാറിപ്പോയി. വാവ ഇതൊക്കെ ഈ പൂവാ അമ്മ പറഞ്ഞ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് കണ്ടോ? അതിനാണോ പേപ്പി ആക്കിയ? ഇത് അമ്മമ്മേന്റെ വീട്ടിലേ ഇത് വലിയ മരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പൂവ് ഇത്ര ഉണ്ടായിരുന്നത്? കൊറേ ഉണ്ടായിരുന്നു അത് പൂവ്. ഇത്ര ഉണ്ടായിരുന്നോ ആ പൂവിന്റെ വലുപ്പോ? നോക്ക് ഇത്രയാണോ? ആ അത്രയൊന്നല്ല, വലിയ ഇത്രയാ? കൊറേ അതിലും കൊറേ ഉണ്ടായിരുന്നു. ഇത്ര വലിയ പൂവാ? ഇവിടെ മുന്നില് തന്നെ ആ പാടം അല്ലേ? പക്ഷെ കൃഷിയാണോ അത്? പുല്ലാണോ? ഓ നല്ല രസമുണ്ട് അല്ലേ വാവേ? ഗുണ്ടൽപേട്ട പോയ പോലെയോ? വെയിറ്റ് ചെയ്യ്, വണ്ടി വരുമായിരിക്കും. അവിടെ ഒരു വഴി. നമുക്ക് അങ്ങോട്ട് കടക്കാം. ആ വണ്ടി പോയി.
എല്ലാരും ഞങ്ങളെ കൂടെ വരാ. അത് അപ്പുറത്തതാ വേറൊരാള്. അത് പോയി. നീ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ കാണാന്. ഇത് വെറും പുല്ല, പക്ഷെ നല്ല രസമുണ്ടല്ലേ വാവേ? ഇത് ഈ പനയല്ലേ, ഇതിന്റെ മേലെ സൈഡ് പനയാണത്. അതിന്റെ മേലെ നൊങ്കില്ലേ, ചെറിയ നമ്മള് കല്ലായിലൊക്കെ കാണാറില്ലേ ഒരു ഇളം, അതുണ്ടാ. തേങ്ങ പോലെ അത് ഇതിന്റെ മേലെ ഉണ്ടാവാ. ഓഹോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഇല്ലടാ, അതൊന്നും ചെയ്യൂല. രാവിലെ കുറച്ചും കൂടെ നേരത്തെ എണീറ്റിട്ട് ഇങ്ങനെ നടക്കണം എന്ന് ഞാൻ ഇന്നലെ വിചാരിക്കണ്ടായിരുന്നേ. പക്ഷെ ഇന്നലെ രാത്രിയിട്ട് ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. അതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ട് എണീറ്റ്. നമ്മളെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോ 7 മണി ആയിട്ടേ ഉള്ളൂ. ഒന്ന് നടക്കാന്ന് വിചാരിച്ചു. ഇവിടെ നല്ല രസമുണ്ട്, നല്ല ചെറിയ തണുപ്പൊക്കെ ആയിട്ട് ഇതിൽ നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ഇവിടെ ചുറ്റിലും ഇങ്ങനെ പുല്ലുകളൊക്കെ ആയിട്ട്, കണ്ടാലും നെല്ല് പോലെ ഉണ്ട്, പക്ഷെ വേറെ എന്തോ പുല്ല്. അപ്പോ കിളീന്റെ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ല രസം. അപ്പൊ വെറുതെ ഒന്ന് നടക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഇന്ന് ഈവനിങ് മോന്റെ ട്രെയിനിങ്ങിന് പോകാനുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോ അങ്ങനെയൊക്കെയാണ്. ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു. ഇനിയിപ്പോ എപ്പോഴാ പോവാന്ന് അറിയില്ല ഇവിടെ. പക്ഷെ അമ്പലത്തിൽ പോകാൻ അങ്ങനെ സമയമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എപ്പോ വേണമെങ്കിലും പോവാം. പിന്നെ ഓപ്പോസിറ്റ് നെയ്ബറിന്റെ വീട്ടിലെ ഒരു വളകാപ്പ് ഉണ്ട്. അപ്പൊ അതിന് പോവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വിളിക്കാത്ത കല്യാണത്തിന് എല്ലാം പോവാ. ഓ, ഇയാള് ഞങ്ങളെ കൂടെ വന്നോണ്ട്. എങ്ങോട്ടാ? നിന്റെ പേരെന്താ? ഡോഗി. നമുക്ക് നെയ്മറിന് വിളിക്കാം ഇതിനെ അല്ലേ? ഇത് ഏത് വീട്ടിലാന്ന് അറിയില്ല, പക്ഷെ ഞങ്ങളെ പുറകെ വരും. ഞങ്ങൾ എവിടെയെങ്കിലും നിന്നാല് ഇതവിടെ ഇരിക്കും. പാവോടാ. നിനക്ക് ഉറക്കം വരുന്നുണ്ടെ വീട്ടിൽ പോയി ഉറങ്ങിക്കൂടെ? ഞങ്ങളെ പുറകെ വരുവാ. അതാ കണ്ണ, ഇത് ഉറുമ്പിന്റെ അല്ലടാ, പാമ്പിന്റെ ആണോ? ഇങ്ങനെയാണോ ഉണ്ടാവാ ഉറുമ്പിന്റെത്? വീട് അങ്ങനെയൊക്കെയാണ്. നമ്മള് നിൽക്കുമ്പോ നേരത്തെ അവിടെ ഇരുന്ന് എന്നിട്ട് നേരത്തെ ഇലയൊക്കെ നോക്കി. അവന്റെ പറയും നമ്മളിനി ഇവിടെ നിന്ന് നോക്കാം. അപ്പൊ അതവിടെ ഇരിക്കുവോ നോക്കാം അല്ലേ? നോക്കാം. അതാ നിന്നത്. ഈശ്വര, നിക്ക്, എന്താ ചെയ്യാൻ നോക്കാം. ഇനിയിപ്പോ നമ്മൾ നടന്നു നോക്കാം. അതാ വരണ്ട. അത് ദൂരെ പോയി നിന്നു. നമ്മള് പോകുന്ന തിരിച്ചു വരുവേ. അതാ വരുന്നുണ്ട്. ഇല്ല, അങ്ങോട്ട് പോയോ? അങ്ങോട്ടാ പോയി. മറ്റേ ഏട്ടനടുത്തേക്ക്. നമ്മളെ കണ്ടില്ല. നോക്കാം. എടാ വാ. ചെലപ്പോ അവരെ വീട്ടിലത്തെ ആവും ഇടാത് അല്ലേ? ചെലപ്പോ അവരെ വീട്ടിലേക്കാണല്ലോ. ചെലപ്പോ അപ്പുറത്തെ വീട്ടിലേക്കോ. മയിലിനെ കണ്ടിരുന്ന സുഖമായിരുന്നു. ഞങ്ങള് രാവിലെ നോക്കിയപ്പോ 4 മൈല് മതിലിന്റെ മേലെ. പക്ഷെ ഞങ്ങൾ അടുത്തേക്ക് പോകാന്ന് വിചാരിച്ചപ്പോഴത്തേനെല്ലാം ചാടി താഴെ പോയി. അപ്പുറത്തെ ഒരു ഭാഗം, അവിടെ ഒരു വയൽ പോലെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് മയില് വരുന്നത്. അവിടെ ചെറിയ ബേർഡ്സ് ഇരിക്കുന്നു. എവിടെ വരുന്നുണ്ടോ അത്? അവിടെ പോയി ഇരുന്നു. അതാ അവരെ അടുത്ത്. ബദാം. ഇത് കുത്തിപ്പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടാവും, അറിയോ? ബദാം ഉണ്ടാവും. വലിയ കല്ല് വേണം.
നല്ല ഉറപ്പായിരിക്കും ഇത്, കണ്ടോ. പിന്നെ പഴുത്തതാണ്, ഒരു റെഡിഷ് പോലെ കളർ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ബദാം അമ്മയും ചേച്ചമ്മയൊക്കെ ആദ്യം സ്കൂളിൽ നിന്ന് ഇങ്ങനെ പെറുക്കി കൊണ്ടുവരും, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പൊട്ടിച്ച് തിന്നുമായിരുന്നു. ആതിര വല്യമ്മേനൊക്കെ അറിയാം. ആതിരന്റെ മകന്റെ ഉമ്മയാണ് അമ്മച്ചീന്റെ ഒന്തിയാ. അതിന്റെ മുമ്പ് എന്നല്ല, എപ്പോഴോ അതിന്റെ മുന്നേ. ഇതിന്റെ ഉള്ളില് ഉണ്ടാവോ അറിയില്ല, കണ്ണാ ആ റെഡ് കളറില്ലേ അതിന്റെ ഉള്ളിലാണ് ഉണ്ടാവുള്ളൂ. കൈ പോയി, ചെറിയ കല്ലുണ്ട്. വലിയ കല്ല് വേണം. ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാട്ടോ, കിട്ടുമെന്ന്. മിക്കവാറും ഇത് പണിയെടുക്കണ വെറുതെ ആവും, പച്ച ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും തോന്നല്ല. അത് ശരി, ഇതെടുക്കാൻ പോയതാണോ? ഒരു വഴിക്കും ഇത് പൊട്ടുന്നില്ല. പഴുത്തതുണ്ടെങ്കിലേ ഈസി ആയിട്ട് പൊട്ടുമായിരിക്കും, പച്ച ആയതുകൊണ്ടാ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇനി കായ ഉണ്ടാവൂലേ എന്തോ. പിന്നെ ഒരു ദിവസം നോക്കാം കേട്ടോ. വാ. ജസ്റ്റ് ബ്രഷ് മാത്രം ചെയ്ത് ഇറങ്ങിയതായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ച് പോയിട്ട് ഒന്ന് ഫ്രഷായി ചായയൊക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങട്ടെ. ഇതാ അയ്യോ ആണോ? അപ്പൊ ഇത് എടുക്കണ്ട. ഡ്രസ് മാറ്റിട്ട് ഗ്യാസ് ഇച്ചിരി ഇഷ്യൂ ആയി, അത് നോക്കാൻ ആര് വരും? ഓ, രണ്ട് കയ്യില് വേണോ? ഇല്ല എന്റെ കയ്യില് മട്ടുമാ. Wow, wow, this is so nice. Thank you. ഒരു ലെഫ്റ്റ് കൊണ്ട് പോകുന്നുണ്ട്. Wow. വാവ്, സൂപ്പറാണ്ടേ. ഞങ്ങള് കുളിച്ച് മാറ്റി റെഡിയായി ഒരു ഫംഗ്ഷന് പോകാൻ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളകാപ്പ്. അപ്പോൾ അപ്പുറത്തൊരു ഹോളിലാണ്. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഫംഗ്ഷൻ ഡ്രസ്സൊന്നുമല്ല. പോയി ചോക്ലേറ്റ് ആണോ? നോക്കട്ടെ. ഇനിയെന്താ ഉള്ളേ? ലഡുവാ. പിന്നെ ഇത് വേറെ ഉള്ളിൽ വെച്ചോ.
അത് നെയ്യാണോ? അഞ്ചല് കുങ്കുമം ലെമൺ റൈസ്, കേർഡ് റൈസ്, വെജിറ്റബിൾ റൈസ്. ഭവാനിയാറ്റിൻ്റെ അടുത്ത് പേര് ചോദിക്കും. സൂപ്പറാ. ഇഷ്ടമായോ? വളകാപ്പ് ഫംഗ്ഷന് ഞങ്ങളിവിടെ വന്നിട്ട് അറ്റൻഡ് ചെയ്തു കേട്ടോ. വളകാപ്പ് ഫംഗ്ഷന് നാട്ടിലുള്ളപ്പോൾ ഭവാനീൻ്റെ വളകാപ്പാണോ എന്തോ ഇതേപോലെ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ തരം ഭക്ഷണം ഉണ്ടാവും. തൈര് സാദം, സാമ്പാർ സാദം, അങ്ങനെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അവരവിടെ ഓപ്പോസിറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ പിക്ക് ചെയ്യണം. ഇവിടെ ഇവർക്ക് വേറെ തന്നെ ഒരു ടൈപ്പ് ആണല്ലോ ഇവരുടെ മീൽസ്. ഒരുപാട് തരം റൈസാണ് ഫസ്റ്റ് ഉണ്ടാവുക. സാമ്പാർ സാദം, പിന്നെ പുളിസാദം അല്ല, സാമ്പാർ റൈസ്, പുളി റൈസ്, അങ്ങനെ ഒക്കെ. പിന്നെ ഭക്ഷണം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല, കാരണം നമ്മളെ ടേസ്റ്റ് വേറെ ആണല്ലോ. അപ്പൊ കുറച്ചെല്ലാം കഴിച്ചു. ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അടിപൊളിയായിട്ട് ചെയ്യണേ കേട്ടോ. ഈ ഡ്രസ്സ് നമുക്ക് എടുക്കാറുണ്ട്. ഓക്കെ അല്ലേ? കംഫർട്ടാ? മറ്റേ സ്ലീവ്സ് ഇടണോ? പക്ഷെ അപ്പത്തന്നെ വെയിൽ പോവോ? ഇടണോ? വെയിലുണ്ടാവൂല കേട്ടോ. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേ ചിലപ്പോൾ വെയിൽ പോയിട്ടുണ്ടാവുമായിരിക്കും. ഇപ്പോൾ 5 o'clockനല്ലേ ട്രെയിനിങ്? ഇപ്പോൾ 3:30 ആയിട്ടുള്ളൂ. നമ്മൾ 1 hour വരുന്ന ഡിസ്റ്റൻസ് ഉണ്ട് പോകാനായിട്ട്. അപ്പൊ വെയിലില്ലെങ്കിൽ അമ്മ അവിടെ എത്തിയിട്ട് ദൂരി തരാം. ഇങ്ങനെ ചൂടാവും മൊത്തം കേട്ടോ. ഓക്കെ, കഴിട്ടെ. ഇതൊക്കെയാണോ? ഇങ്ങനെ ഊരി പോവാ ഇന്നലെ. അത് അത്രയല്ല, അത്ര ഇടുന്ന അല്ല ശരി. പക്ഷെ കുഞ്ഞിന്റെ കൈ ചെറുതായതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അവിടെ വരെ വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കംഫർട്ടാണോ? ഫുൾ കംഫർട്ടാ. ഫുൾ കംഫർട്ടാ? സോക്സ് ഇട്ടില്ലേ? അപ്പോൾ ഞങ്ങൾ സ്കേറ്റിങ്ങിന് പോകാൻ റെഡിയായി. കലാപ്പട്ടിയോ അങ്ങനെ എന്തോ സ്ഥലത്തിൻ്റെ പേര്. ഇവിടുന്ന് ഒരു 1 hour ഉണ്ടാവും. പിന്നെ ഭവാനി, പാപ്പു, ആൻറ്റി എല്ലാവരും വരുന്നുണ്ട്. സുഗുണാൻറ്റി തില്ലു സ്കേറ്റ് ചെയ്യുന്നത് കാണാനായിട്ട്. ഞാൻ എത്തിക്ക് കാണാം. റെഡിയാണോ? പോവാന്നാ? അതില് പറഞ്ഞാൽ അത് കേടായിപ്പോ. പോവാം. വാ, ഷൂടാ വാ. ഇങ്ങോട്ട് വരണോ കണ്ണാ?
ഒറ്റയ്ക്ക് ഇടുവോ? ബാഗ് കൊണ്ടുപോയി കാറിൽ വെക്കട്ടെ. ഓക്കെ, ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞു, അമ്മ കെട്ടിത്തരാം കേട്ടോ. പാപ്പു എവിടെ? ഏട്ടൻ എവിടെ? இந்த பொண்ணும் பெரிய நல்லா இருக்கடா பாப்பு. பொண்ணு தண்ணி கொண்டு போகணும். ஏதோ சொல்லிட்டார் சார், ஒரே கை பின்னாடி இப்போ கொஞ்சம் பேர் கட்டிக்கிறாங்க, கையா இது பண்ணியும் போறாங்க. நல்லதானே இருக்கு. அம்மாவும் ஊட்டு வந்தாங்க. நீயே சாப்பிட்டா ரிலாக்ஸ் பண்ணிட்டோம். സൂപ്പർ ബൈക്ക് ആണോ അത്? സൂപ്പാണോ അല്ലെങ്കിൽ നൂഡിൽസ് വെച്ചിട്ടുള്ള സൂപ്പാണോ അല്ലെങ്കിൽ വേറെ നൂഡിൽസ് ആണോ? അത് സൂപ്പ്. എന്താ അവിടെ എഴുതിയ വായിച്ചോക്കെ? ചിക്കൻ മാൻചോ സൂപ്പ്. പക്ഷെ അവിടെ നൂഡിൽസുമായാലും എന്താ? ഇഷ്ടായില്ല? ഫുഡ് ഇഷ്ടായോ? നാളെ രാവിലെ പോണ്ടേ സ്കേറ്റിങ്ങിന്? പാപ്പു ഗേൾ, കോഴിക്കോടിൽ അങ്ങനെ ഉണ്ടാവും. ആ നമുക്ക് കോഴിക്കോട് നിന്ന് വാങ്ങാല്ലേ? പാപ്പു ഗേൾ ലൈ ചെയ്യാണോ? നോ, ഹിന്ദി പ്രോമിസ്. നല്ല സൂപ്പർ ടയേർഡാണ്. സ്കേറ്റിങ്ങിൻ്റെ ട്രാക്കിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു, 1 hour ഉണ്ടായിരുന്നു കേട്ടോ. അതും കുറേ ചുറ്റി ഞങ്ങൾ ലേറ്റായിട്ടൊക്കെയാണ് അവിടെ എത്തിയത്. ഇനി നാളെ രാവിലെ ഒരു സെഷനും കൂടെ ഉണ്ട്, 6:30 AM. അപ്പോൾ അതിനും പോകണം. അത് കഴിഞ്ഞിട്ട് 10:20 ഞങ്ങൾക്ക് ട്രെയിൻ തിരിച്ചുള്ളത്. ഇപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു, കാരണം എക്സ്ട്രീംലി ടയേർഡാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങളൊരു 1 hour ട്രാവൽ ചെയ്തിട്ട് വേണം വീട്ടിലെത്താൻ. നാളെ രാവിലെ ഫുള്ള് ഹറിബറിയായിരിക്കും. വേഗം എണീക്കണം, വേഗം ഫ്രഷ് ആയിട്ട് റിങ്കിൽ പോകണം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങണം. പാപ്പു ബൈ പറഞ്ഞേ. ബൈ.